ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ഡോൺ ടെസ്എംപി ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗോൾ എന്ന് പറയുന്നത് 0 to 10 മില്യൺ ആണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും എന്താ 10 മില്യൺ, ബാക്കിയുള്ളവരൊക്കെ 1 ബില്യൻ്റെ വീഡിയോസൊക്കെ ഇടുന്നുണ്ടെന്ന്. അപ്പോഴാണ് റൂൾസ് പറയാനുള്ള സമയം. അപ്പോൾ റൂൾസ് എന്ന് പറയുന്നത് എനിക്കൊരു ഫാം ഉപയോഗിക്കാൻ പറ്റില്ല, ഫാമുകൾ ഉപയോഗിക്കാതാണ് 10 മില്യൺ എടുക്കേണ്ടത്. പിന്നെ കീസൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, അതേപോലെ തന്നെ ഷാർട്സ് ഉപയോഗിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ എനിക്ക് ആരെത്തുനിന്നും ഒരു ഫ്രീലോട്ടോ കാശോ എടുക്കാൻ പറ്റൂല. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഒപ്പിക്കാൻ ഇത്തിരി പാടാണ്. അപ്പോൾ നമുക്കൊരു ഇത്തിരി ക്രാഫ്റ്റിംഗ് ടേബിൾ ആദ്യം വിൽക്കുക. അല്ല, ഇനിയിപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ പൈസ കുറഞ്ഞെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ എന്തെങ്കിലും ഇത്തിരി വുഡ് എടുത്തിട്ട് ഇപ്പോൾ വരാം. ഇത്തിരി വുഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സാധാ ഒരു മൈൻക്രാഫ്റ്റ് പോലെ വുഡൻ ടൂൾസ് ഉണ്ടാക്കി, പിന്നെ മറ്റേ സ്റ്റോൺ ടൂൾസൊക്കെ ഉണ്ടാക്കിയിട്ട് മെല്ലെ കൊണ്ട് പോവുക. ഇത് നമുക്ക് ഇത്തിരി മരമൊക്കെ വെട്ടി തുടക്കത്തിൽ തന്നെ ചത്തുണ്ട്. ഇപ്പോൾ ഇത്തിരിയും കൂടി മരം ഇട്ടിട്ട് ഇപ്പോൾ ഇത്തിരി 10 ലോഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി വുഡൻ്റെ ടൂളെടുത്ത് ഇത്തിരി കൊബിൾസ്റ്റോൺ ഉണ്ടാക്കുക. അപ്പോൾ ഇത്തിരി കൊബിൾസ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ആക്സ് ഉണ്ടാക്കിയേക്കാം. പിന്നെ ഒരു കൊബിൾസ്റ്റോണിൻ്റെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഞാനൊന്ന് ഓപ്ഷനൊന്ന് നോക്കിയേക്കട്ടെ. വേണ്ട, ഓപ്ഷൻ്റെ ഒന്നും നമ്മളൊന്നും വിൽക്കാനൊന്നും ഇട്ടിട്ടില്ല. സൈഡിൽ നിങ്ങൾക്ക് എൻ്റെ പൈസ കാണാം എന്നാണ് എൻ്റെ വിശ്വാസം. കാണില്ലെങ്കിൽ /money. ഇപ്പോൾ $0 ആണ്. അപ്പോൾ എഡിറ്റർ ഇവിടെ സൈഡിലൊരു കാശിൻ്റെ സാധനം വെച്ചു. ഗൈസ്, ഇവിടെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 8 ലോഗിന് 10K വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ട്രീ കൊണ്ട് വെട്ടിയേക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഒരു സ്റ്റാർക്ക് 24 ലോഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓപ്ഷനെ നോക്കി നോക്കട്ടെ, ഇപ്പോൾ എത്രയാണ് /h ലോഗ്. ഇപ്പോൾ 8 എണ്ണത്തിന് ഇപ്പോഴും 9K തന്നെയാണ് ഗൈസ്. അപ്പോൾ ഇതിനെ 4 ആക്കിയതിന് 16. ഇപ്പോൾ 8 എണ്ണമുണ്ട്. നമുക്കിത് 9.99K വിൽക്കാം. സെല്ല് 9.99K. അപ്പോൾ ഗൈസ്, നമുക്കിപ്പോൾ തന്നെ 59K ആയിട്ടുണ്ട്. ഇതിന് 10 മില്യൺ ആണ് നമുക്ക്. ഇത് ഇവിടെ വെക്കാം. അപ്പോൾ ഇത് ഈ മെത്തേഡ് നല്ലൊരു മെത്തേഡാണ്. ഇപ്പോൾ വെച്ച് നോക്കിയാൽ കാണാം. ഇത്രയും കൂടി വിറ്റുപോകാണ്ട്. അപ്പോൾ ഒരു നല്ലൊരു വാക്സിൻ എത്ര ആവും? 30 ഉള്ളൂ. അത് പറഞ്ഞുകൊണ്ട് മേടിക്കുക. അതാകുമ്പോൾ മരം വെട്ടാൻ ഇത്തിരിയും കൂടി സുഖമായിരിക്കും. അപ്പോൾ ഇത്തിരിയും കൂടി മരം വെട്ടിയിട്ട് ഇപ്പോൾ വരാം. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് 1 2 3 സ്റ്റാക്ക് 54 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് RTP ചെയ്ത് വേറെ ഒരു സ്ഥലത്തേക്ക് പോകാം. നമ്മളിപ്പോൾ ഒരു ജംഗിളിലേക്കാണ് RTP ചെയ്ത്. വല്ല ഇപ്പം കുഴപ്പമില്ലായിരുന്നു. ഒരു മിനിറ്റ്, ഞാൻ ഒരു സാധനം ചെക്ക് ചെയ്തോട്ടെ. ഇക്കോട്ടെ ഇങ്ങനെ കയറിയിട്ട് ജംഗിൾ കിട്ടിയാൽ നല്ലൊരു ഇതാണ് കേട്ടോ. ഇതിങ്ങനെ നിന്നിട്ട് അങ്ങോട്ട് മൈൻ ചെയ്ത് അടിക്കുക. അപ്പോൾ ഇത് ഇത്തിരി കിട്ടിയിട്ട് ഞാൻ ഇപ്പോൾ വരാം. ഞാനിപ്പോൾ ഓപ്ഷൻ നോക്കിയപ്പോൾ പറഞ്ഞു ഈ സ്റ്റിക്കിന് നല്ല വില ഉണ്ട് കേട്ടോ. നമ്മുടെ സ്റ്റിക്കിന് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഒരു ടോട്ടം പൊട്ടേന വേണ്ട. ഒരു സ്റ്റാക്കിന് തന്നെ 7K എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാക്ക് ലോഗ് ഉണ്ടെങ്കിൽ 4 സ്റ്റാക്ക് പ്ലാങ്ക്സ് ഉണ്ടാക്കുക. ആ 4 സ്റ്റാക്ക് പ്ലാങ്ക്സ് ഉണ്ടെങ്കിൽ 8 സ്റ്റാക്ക് സ്റ്റിക്ക് ഉണ്ടാക്കുക. അപ്പോൾ ലൈറ്റ് ഒക്കെ അപ്പോൾ നമുക്ക് ഇത്തിരി സ്റ്റിക്ക് ഉണ്ടാക്കാം. എല്ലാ വുഡും നമ്മളിപ്പോൾ സ്റ്റിക്ക് ആക്കിയിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ ഇത്രക്ക് സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ ഇതൊക്കെ നിർത്തിട്ട് ഓരോന്നായിട്ട് വിൽക്കുക. അതിന് മുന്നേ ഇപ്പോൾ സ്റ്റിക്കിന് എത്രയെന്ന് നോക്കി വെക്കണം.
അങ്ങനെ കുറേ വട്ടം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വിറ്റിട്ട് വരില്ലേ. ഓ 9K നല്ലതാണ്. നേരത്തെ എത്രയൊന്നും ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല. അപ്പോൾ വിറ്റിടണം. അപ്പോൾ നമ്മളെല്ലാം വിറ്റിട്ടുണ്ട്. ഇപ്പോൾ അത് 350K നിൽക്കുകയാണ്. അപ്പോഴാണ് എനിക്കൊരു ഐഡിയ വന്നത്. ഇതാണ്ട് ഇപ്പോഴും വിറ്റുണ്ട്. ഇവിടെ ഫുള്ള് സാൻഡ് ഉണ്ട്. അപ്പോൾ ഒരു നല്ലൊരു ഷവല് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ ഇതാക്കിയിട്ട് വിൽക്കുക. സാൻഡിനാണെങ്കിൽ ഓർഡറിൽ നല്ല കാശുണ്ട്. 142 ഒരെണ്ണത്തിനാകുമ്പോൾ ഇതൊക്കെ വിറ്റ് തന്നെ നല്ല കാശ് കിട്ടും. അപ്പോൾ ഇവിടെ ആരോ വാങ്ങിയത്. അപ്പോൾ ഒരു നല്ലൊരു ഷവല് മേടിക്കുക. 59K കുഴപ്പമില്ല. അപ്പോൾ ഇവിടുന്ന് കൊണ്ട് മൈൻ ചെയ്തുകൊണ്ട് പോവുക. അതൊരു വീടൊക്കെ നിൽക്കുന്നത്. ഉണ്ടായിരുന്ന ഷവലും പോയി, കിട്ടിയ സ്ഥലവും പോയി, ഉണ്ടായിരുന്ന സാൻഡും പോയി. അപ്പോൾ ഇവിടെ വല്ല സാൻഡ് ഉണ്ടോ? അങ്ങനെ 60K വെറുതെ പോയി. അപ്പൊ ഞാൻ ഇനി ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓർഡറിൽ നിന്ന് അയൺ ഓർഡർ ചെയ്യണം. എന്നിട്ട് അതിനെ ആൻവിലാക്കി വെക്കുന്ന മെത്തേഡാണ് ഞാൻ അടുത്ത് ചെയ്യാൻ പോണത്. അപ്പോൾ ഇപ്പം എത്രയാണ് അയണ് നോക്കിയൊക്കെ. 392 ഇപ്പോൾ അയണിൻ്റെ വില. അപ്പോൾ ഒരു 395 ആക്കുക. അപ്പോൾ നമ്മൾ കുറേ കാശും അതിന് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പോലെ സംഭവിക്കാണ്ടിരിക്കാൻ അടിക്കൊരു അണ്ടർഗ്രൗണ്ടിൽ ഒരു ചെറിയൊരു ബേസ് ഉണ്ടാക്കിയിട്ട് അവിടെ ഹോം സെറ്റ് ചെയ്യുക. അയണ് അപ്പോൾ ഫില്ലായിട്ടുണ്ട്. അപ്പോൾ അണ്ടർഗ്രൗണ്ട് എത്തിയിട്ട് ഞാൻ ഇപ്പോൾ വരാം. അതിനൊരു പിക്കാഡ്സ് വേണ്ടേ, അതൊന്നും മേടിക്കട്ടെ. നല്ലൊരു പിക്കാഡ്സ് വെറും 10K കിട്ടിയിട്ടാണ്. 10 തന്നെയല്ലേ? തോന്നുന്നു. അപ്പോൾ അടിയിക്കൊന്ന് കുഴിച്ചിട്ട് ഞാൻ ഇപ്പോൾ വരാം. അപ്പോൾ ഞാൻ ഇങ്ങനെ മൈൻ ചെയ്തിരുന്നപ്പോൾ ഡയമണ്ട് കിട്ടി. അത് ഇത് നോക്കി എത്ര 9 കിട്ടി. പിന്നെ അത് വരുന്ന വഴിക്ക് അയണും കിട്ടി. പിന്നെ 10 അയണും കിട്ടി. അപ്പോൾ ഇത് വിറ്റ് കഴിഞ്ഞാൽ നല്ല കാശ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ വൈ ലെവല് -50 ലെവല് -59 ആയിട്ടുണ്ട്. ഇവിടൊക്കെ ആരോ എന്തോ ഓർബിറ്റൽ സ്ട്രൈക്ക് ചെയ്യാനാ. Hey bro, wanna come check out my house? Yo, what the hell? This is an orbital strike cannon. ഇവിടൊക്കെ ഇതാക്കിയിട്ടുണ്ട്, ഫുള്ള് കുഴിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇത്രക്കൊക്കെ മതിയല്ലേ, ഫാമൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. അപ്പോൾ ഒരു എൻഡർ ചെസ്റ്റ് മേടിച്ചേക്കാം. അതിൻ്റെ പിന്നെ ഹോം സെറ്റ് ചെയ്തില്ല. അപ്പോൾ പുതിയൊരു ഹോം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു എൻഡർ ചെസ്റ്റ് മേടിക്കാം കേട്ടോ. ഒരു എൻഡർ ചെസ്റ്റ് മേടിച്ചിട്ടുണ്ട്. ഇതിലൊന്നുമില്ല. നമുക്ക് ഓർഡർ ചെയ്ത സാധനങ്ങൾ ആൻവിലാക്കി വെക്കണ്ടേ. ഓർഡറിൽ പോവുക, നമ്മൾ അയൺ എടുക്കുക. കുറേ അയൺ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് അയണിന്റെ ബ്ലോക്ക് ആക്കാം. അപ്പൊ ഇത് ഓർഡർ എത്ര 200 എത്ര ഉണ്ടല്ലേ, ഇനി വിറ്റിട്ട് എത്ര കിട്ടും നോക്കാം. ഇപ്പൊ ആനുവൽ തന്നെ എത്ര നോക്കിയാ കിട്ടാം. ഇപ്പൊ ആനുവലിന് നല്ല വില കൂടിയുണ്ട്. ഞാൻ ഈ മെത്തേഡൊക്കെ ഉപയോഗിക്കുമ്പോ 15K ആയിരുന്നു. അപ്പൊ ഇതുകൊണ്ട് ഫുള്ള് ഇട്ടിട്ട് ഞാൻ ഇപ്പൊ വരാം. അപ്പോൾ നമ്മളെ സാധനങ്ങളൊക്കെ വിറ്റ് പോയിട്ടുണ്ട്. പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല പ്രോഫിറ്റ് കിട്ടുന്ന ഒരു മണി മേക്കിംഗ് മെത്തേഡാണിത്. നമ്മൾ എത്ര ഉണ്ട് 200K ആയിട്ടാണ് ഇട്ടെന്ന് തോന്നുന്നു. ആ അയണൊക്കെ മേടിക്കാം. ഇപ്പോൾ അത് 600-700K അടുത്തെത്തി.
വെച്ചുകഴിഞ്ഞാൽ പ്രോഫിറ്റ് നല്ല ഉണ്ട് എന്ന് വെച്ചാൽ ഡബിള് ത്രിബിള് എന്നൊക്കെ പറയാം. അപ്പോൾ ഇത് നല്ലൊരു മെത്തേഡാണ്. പക്ഷേ ഒരു മില്യായിട്ട് നമുക്ക് ഇതിനേക്കാൾ വലിയൊരു മെത്തേഡ് ചെയ്യാനുണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്സർവർ ഓർഡർ ചെയ്തിട്ട് അതിൻ്റെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് പിന്നെ അതിനെ ഓപ്ഷനിൽ ഇട്ട് വെക്കണതാണ്. സെർവറിന് അടിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റാക്കിന് 120K ഉണ്ട് കേട്ടോ ഒരു സ്റ്റാക്കിന്. അപ്പോൾ ഇതിനേക്കാൾ നല്ല പ്രോഫിറ്റൊക്കെ കിട്ടണ ഒരു പരിപാടിയാണ്. അതാകുമ്പോൾ ആകെ എത്ര 30K അല്ലേ വിറ്റുവാണല്ലോ. അതാകുമ്പോൾ കുറച്ചും കൂടി സ്പീഡ് വിറ്റ് പോകും. ഒരെണ്ണത്തിന് 1K ആകുമ്പോൾ 64 എണ്ണത്തിന് 64K എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡബിൾ മണി കിട്ടും. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്സർവർ ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടത്. ഇപ്പോൾ ഇതെടുത്തിട്ട് ഒബ്സർവറിന് വെച്ച് കഴിഞ്ഞാൽ 6 കബിൾ സ്റ്റോണ് 2 ക്രിസ്റ്റോണ് ഒരു കോഡ്സ് ബ്ലോക്ക്. അപ്പോൾ 60 കബിൾ സ്റ്റോൺ ഉണ്ടെങ്കിൽ 20 ക്രിസ്റ്റോൺ വേണം, 10 ഇതും വേണം. അപ്പോൾ 6 സ്റ്റാക്ക് കബിൾ സ്റ്റോൺ ഉണ്ടെങ്കിൽ 2 സ്റ്റാക്ക് റെഡ് സ്റ്റോണും 1 സ്റ്റാക്ക് കോഡ്സും. അപ്പോൾ എത്ര സ്റ്റാക്ക് മേടിക്കുക? അപ്പോൾ 3 സ്റ്റാക്ക് അല്ലെങ്കിൽ കബിൾ സ്റ്റോൺ നമുക്ക് മൈൻ ചെയ്ത് ഒപ്പിക്കാം. അതാകുമ്പോൾ /RTP ഏഷ്യൻ അടിക്കുക. നമ്മളെ തന്നെ നല്ലൊരു പിക്കാക്സ് ഉണ്ട്. അതാകുമ്പോൾ പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. ചങ്കിലോടെ വേണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ചങ്കിലോടെ ഉണ്ട്. 6 സ്റ്റാക്ക് കബിൾ സ്റ്റോൺ ഒന്ന്. അപ്പോൾ ഒരു 6 സ്റ്റാക്ക് കബിൾ സ്റ്റോൺ ഇതെന്തൊരു തേങ്ങ. അപ്പോൾ ഒരു 6 സ്റ്റാക്ക് കബിൾ സ്റ്റോൺ എടുത്തിട്ട് ഇപ്പോൾ വരാം. അപ്പോൾ നമുക്ക് എൻ്റെ കബിൾ സ്റ്റോണൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇൻവെൻ്ററി ഒക്കെ ആണോ 1 2 3 4 5 6. അപ്പോൾ 6 സ്റ്റാക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 സ്റ്റാക്ക് റെഡ് സ്റ്റോണും 1 സ്റ്റാക്ക് കോഡ്സാണ്. കോഡ്സ് നമുക്ക് ഇങ്ങനെ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയി കിട്ടുന്നതാണ്. ഫ്രീ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ഒക്കെ മേടിച്ച് കിട്ടുന്നതാണ്. വേറെ കാര്യത്തിനും മേടിക്കാനൊന്നും നിൽക്കണ്ട. ഒരു സ്റ്റാക്കിനാണെങ്കിൽ ആകെ 2K ഉള്ളൂ. പിന്നെ 2 സ്റ്റാക്ക് റെഡ് സ്റ്റോണ് നമുക്ക് ഓപ്ഷനിൽ നിന്ന് മേടിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ 2 സ്റ്റാക്ക് റെഡ് സ്റ്റോൺ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ 1 സ്റ്റാക്ക് ഒബ്സർവർ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ 1 സ്റ്റാക്ക് ഒന്ന് ഉണ്ടാക്കട്ടെ. 1 സ്റ്റാക്ക് ഒബ്സർവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്ഷനിൽ നോക്കി നോക്കാം എത്രയാണ് ഒബ്സർവറിന്. 16ന് 50 കേട്ടോ, അല്ല 60 കേട്ടോ. 115K 16 ആക്കി വിൽക്കണതാണ് ലാഭം എന്നാണ് എൻ്റെ ഒരു ഇത്. 16ന് 60 ആയിരുന്നില്ലേ, ഒരു 59 നിൽക്കുക. അല്ല അവിടെ 50 കണ്ടിട്ടുണ്ടായിരുന്നു. /HSL 55 നിൽക്കുക. അപ്പോൾ എല്ലാ ഒബ്സർവറും വിറ്റുണ്ട്. പക്ഷെ ആരും മേടിച്ചിട്ടില്ല എന്ന് മാത്രം. ഓപ്ഷനിൽ ഇപ്പോൾ ഒബ്സർവറിന് വില കുറഞ്ഞെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ ഗൈസ്, 49 ഇപ്പോഴത്തെ റേറ്റ്. ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് വീണ്ടും എടുത്തിട്ട് 49 വിൽക്കേണ്ടി വരും. ഒരു 48 വിൽക്കുക. ഓനേക്കാൾ മുന്നേ നമ്മൾ മേടിക്കും. അപ്പോൾ ഗൈസ് അത് വിറ്റ് പോകുന്ന നേരം കൊണ്ട് നമുക്ക് എൻചാൻറ്റിംഗ് ടേബിൾ മേടിക്കാട്ടോ. എൻ്റെ പുതിയൊരു മണി മേക്കിംഗ് മെത്തേഡാണ്. അതിൻ്റെ പിന്നെ ബുക്ക് ഷെൽഫ് മേടിക്കുക. 198K 200K കേട്ടോ 16 ബുക്ക് ഷെൽഫിന്. ഓർഡറിൽ ബുക്ക് ഷെൽഫിന് എത്രയെന്ന് നോക്കി വെക്കുക. 8K. അപ്പോൾ ഒരു 9K ഒക്കെ ഉണ്ട് ചോദിച്ചു നോക്കുക. അങ്ങനെ നമ്മളെല്ലാ ഒബ്സർവറും വിറ്റ് പോയിട്ടുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് 698K ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് കാശ് ബുക്ക് ഷെൽഫ് മേടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ അത്രക്ക് ലാഭമില്ലാത്തത്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മണി മേക്കിംഗ് മെത്തേഡാണ്. ഓർഡർ പോയൊക്കെ ഇപ്പം എത്രയാണ് കുറഞ്ഞിട്ടുണ്ടാണ്. നമ്മൾ തന്നെയാണ് മുകളിൽ നിൽക്കുന്നത്. പക്ഷെ ആരും തരുന്നില്ല എന്ന് മാത്രം. തരുമായിരിക്കും. അപ്പോൾ എന്തായാലും തന്നിട്ട് ഞാൻ ഇപ്പോൾ വരാം. അപ്പോൾ അത് കിട്ടണതിന് നമുക്കൊരു എൻചാൻറ്റിംഗ് ടേബിൾ മേടിക്കണം കേട്ടോ. 67 എന്തല്ലാത്തിന് ഇത്രക്ക് പൈസ കഴിഞ്ഞാൽ. നമ്മളത് ഡയമണ്ട് ഉണ്ട്. ഇനി ബുക്കും ഇതും മതി. അപ്പോൾ എന്തായാലും ബുക്ക് ഷെൽഫ് വരട്ടെ.
വെറുതെ വരാം. അപ്പോൾ ഇപ്പൊ കുറെ യൂട്യൂബേഴ്സ് കൂടിയിട്ട് ഒരു സെർവർ തുടങ്ങിയിട്ട് ഡിസാസ്റ്റർ റെസിപ്പി, അതായത് മോനൂസ് ഗെയിമിങ്, എൻസോ, അങ്ങനെ കുറച്ച് യൂട്യൂബേഴ്സ് കൂടിയിട്ട്. അപ്പോൾ അതിൽ കളിക്കണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇതേപോലെ ഡോണ്ട് എസ്എംപിയുടെ വേറെ വീഡിയോസ് ആണെങ്കിൽ അതും കമന്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ചലഞ്ച് 2 പാർട്ടായിട്ട് ഉണ്ടാക്കുന്നത്. ഈ പാട്ടിൽ ഇത് കുറച്ചാക്കിയിട്ട് അടുത്ത പാട്ടിലായിരിക്കും ബാക്കി വരുന്നത്. അപ്പൊ അടുത്ത പാട്ട് അടുത്തൊന്നും വരാൻ സാധ്യതയില്ല, എന്നാലും ഞാൻ സ്പീഡാക്കാൻ ശ്രമിക്കാം. അപ്പോൾ അടുത്ത പാട്ടുമായി കാണുന്നവരെ ടാറ്റാ ബൈ.